പ്രവാസി സഹോദര, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒന്നാം ഇന്നിങ്സിൽ നമ്മൾ തുടങ്ങിയത് കേവലം പൂജ്യത്തിൽ നിന്നാണ്. നമ്മളിൽ ഭൂരിഭാഗം പേരും ആദ്യമായി ഗൾഫിൽ ചെന്നിറങ്ങിയ ആ ആദ്യ ദിവസങ്ങൾ ഒന്ന് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമോ? അന്ന് നമ്മളൊന്നും അറിയില്ലാത്തവരായിരുന്നു. അവിടുത്തെ ഭാഷ അറിയില്ല, നിയമങ്ങൾ അറിയില്ല, മനുഷ്യരെ അറിയില്ല. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത വമ്പൻ മിഷനറികളും വലിയ സിസ്റ്റങ്ങളും ഒക്കെ കണ്ട് അത്ഭുതപ്പെട്ട് നിന്നുപോയ ആദ്യ ദിവസങ്ങൾ. എന്നിട്ട് എന്തായി സഹോദര? അവിടുന്ന് നമ്മൾ പൊരുതി അതിജീവിച്ചു. ഇന്ന് ഒന്നിൽ കൂടുതൽ ഭാഷകളിൽ എത്രയോ മനുഷ്യരെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അന്നുവരെ കണ്ടിട്ടില്ലാത്ത സിസ്റ്റങ്ങളും മെഷീനറികളുമൊക്കെ ഇന്ന് നമ്മുടെ ഒരൊറ്റ വിരൽത്തുമ്പിൽ ഭദ്രമാണ്. ഇന്ന് നിങ്ങൾ നിൽക്കുന്ന ആ നല്ല ജോലി, ഉയർന്ന ശമ്പളം, ആ വലിയ പദവി, ഇതൊന്നും ചെറിയ കാര്യമല്ല. ഇത് നിങ്ങളുടെ ഒന്നാം ഇന്നിങ്സ് ആയിരുന്നു. അതിലെ വലിയൊരു വിജയം തന്നെയായിരുന്നു. പക്ഷേ നമ്മുടെ രണ്ടാം ഇന്നിങ്സ് എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് അറിയാമോ? നാളെ ഈ ജോലി നഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ പ്രവാസം നിർത്തി പോരേണ്ടി വന്നാൽ, ഗൾഫ് കഴിഞ്ഞാൽ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന പേടിപ്പെടുത്തുന്ന ആ ഒരു ചോദ്യം മനസ്സിലേക്ക് കടന്നു വരുന്ന നിമിഷത്തിലാണ് രണ്ടാം ഇന്നിങ്സ് തുടങ്ങുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരാൾ ഗൾഫിൽ 20 വർഷം ദുബൈയിലോ സൗദിയിലോ കൊടും ചൂടിൽ 500 പേരുള്ള വലിയൊരു ഫാക്ടറി മനോഹരമായി നോക്കി നടത്തി. എല്ലാ ഷിഫ്റ്റുകളും ടാർഗറ്റുകളും ക്വാളിറ്റിയും ഒക്കെ അയാളുടെ വിരൽ തുമ്പിൽ ഭദ്രമായിരുന്നു. എന്നാൽ അതേ ആൾ നാട്ടിൽ തിരിച്ചെത്തി വെറും 2 പേരെ വെച്ച് ചെറിയൊരു കടയോ ബിസിനസ്സോ സ്വന്തമായി തുടങ്ങാൻ ആലോചിക്കുമ്പോൾ അറിയാതെ ഉള്ളിലൊരു ബേജാർ വരികയാണ്. രാത്രികളിൽ ഉറക്കം നഷ്ടപ്പെടുന്ന മടിയും പേടിയും വരികയാണ്. പടുകൂറ്റൻ ട്രക്ക് വളരെ കൂളായി ഓടിച്ചു നടന്നിരുന്ന ഒരാൾ നാട്ടിലൊരു നാൽക്കവലയിൽ സൈക്കിൾ ഓടിക്കാൻ പേടിക്കുന്നത് പോലെ, അല്ലേ? 500 പേരെ നയിച്ച ഒരാൾ വെറും 2 പേരുള്ള കടയ്ക്ക് മുമ്പിൽ എന്തിനാണ് സഹോദര ബേജാറാവുന്നത്? എന്താണ് ഇതിന്റെ കാരണം? അയാളുടെ കഴിവ് കുറഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. പല ഭാഷകളിലും സംസ്കാരങ്ങളിലുള്ള ആളുകളെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയ നിങ്ങൾക്ക് കഴിവില്ല എന്ന് പറയുന്നത് തീരെ യുക്തിയില്ലാത്ത കാര്യമാണ്. അതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രമുണ്ട്. ലേൺഡ് ഹെൽപ്ലെസ്നെസ്, പഠിച്ചെടുത്ത നിസ്സഹായ അവസ്ഥ എന്നാണ് ഇതിനെപ്പറ്റി പറയാം. 1967 മാർട്ടിൻ സെലിഗ്മാൻ കണ്ടെത്തിയ ഒരു വലിയ പ്രതിഭാസമാണിത്. ലളിതമായി പറഞ്ഞാൽ, സ്വയം നിയന്ത്രണത്തിലല്ലാത്ത സാഹചര്യങ്ങളിലൂടെ തുടർച്ചയായി കടന്നു പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്താലും ഒരു ഫലവുമില്ല, കാര്യങ്ങൾ എൻ്റെ കയ്യിലല്ല എന്ന് തലച്ചോർ സ്വയം പഠിക്കുന്ന അവസ്ഥയാണിത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കുട്ടി ആദ്യമായി നടക്കാൻ പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും വീഴും. പക്ഷേ ഓരോ തവണയും എഴുന്നേറ്റ് ഒരു ചെറിയ ചുവട് വെക്കുമ്പോൾ തലച്ചോർ പഠിക്കുകയാണ് എനിക്കിത് സാധിക്കുമെന്ന്. എന്നാൽ ആ കുട്ടിയുടെ ചുവടുകൾ ആരെങ്കിലും തുടർച്ചയായി തടസ്സപ്പെടുത്തിയാലോ? ആ കുട്ടി ഒരു ഘട്ടത്തിൽ നടക്കാൻ ശ്രമിക്കുന്നത് തന്നെ നിർത്തിക്കളയും. നമ്മുടെ പ്രവാസ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇതാണ്. വിസയും റെസിഡൻസിയും ഒക്കെ കമ്പനിയുടെ കയ്യിലാണ്. അത് മാറ്റി നിർത്തിയാൽ തന്നെ ദിവസേന നമ്മൾ ചോദിക്കേണ്ടി വരുന്ന ചെറിയ ചെറിയ പെർമിഷൻസ്, അനുമതികൾ, ഒരു ഷിഫ്റ്റ് മാറ്റം, ഒരു സിക്ക് ലീവിന് വേണ്ടിയുള്ള റെക്കമെൻഡേഷൻ, അഡ്വാൻസ് പണം ചോദിക്കൽ, ചെറിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള അനുവാദം, ഇങ്ങനെ തുടർച്ചയായ ചെറിയ ചെറിയ പെർമിഷനുകൾ, അവ ആഴ്ച തോറും ദിവസങ്ങൾ തോറും നമ്മൾ ആവർത്തിക്കുകയാണ്. 10-20 വർഷം കൊണ്ട് 100 കണക്കിന് തവണ ഈ അനുവാദം ചോദിക്കൽ ആവർത്തിച്ചപ്പോൾ നമ്മുടെ തലച്ചോർ അറിയാതെ ഒരു കാര്യം പഠിച്ചെടുത്തു. തീരുമാനങ്ങൾ എൻ്റെ കയ്യിലല്ല. ഓരോ ചെറിയ സ്റ്റെപ്പിനും മറ്റാരുടെയോ അനുവാദം ഒരു അനിവാര്യ ഘടകമായി നാം മനസ്സിലാക്കി. കാര്യങ്ങൾ പൂർണ്ണമായി നിയന്ത്രിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. ഒരു അപ്രൂവൽ ആവശ്യമുള്ള ഒരാളായി നാം നമ്മെ മനസ്സിലാക്കി. ഇവിടെ നിങ്ങൾക്ക് തോന്നാം, ഞാൻ ജോലിയിൽ വലിയ അധികാരമുള്ള ആളായിരുന്നല്ലോ, ടീമിനെ നയിക്കുന്ന ആളായിരുന്നല്ലോ, പിന്നെന്താണ് എനിക്ക് ഈ പേടി? ഇത് ശരിയായ ചോദ്യമാണ്. ഉത്തരം ലളിതമാണ്. ആത്മവിശ്വാസം എന്നത് ഒരൊറ്റ പാക്കേജ് അല്ല. ജോലിയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടുത്തെ അതിരുകൾ വേറൊരാൾ വരച്ചതായിരുന്നു. ചെയ്യേണ്ടത് എന്താണെന്ന് കമ്പനി നിർവചിച്ചിരുന്നു. നമ്മളെടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്ന് ഉടൻ തന്നെ ഫീഡ്ബാക്ക് കിട്ടുമായിരുന്നു. പക്ഷേ സ്വന്തമായ ഏർപ്പാടുകളിൽ, ബിസിനസ്സുകളിലൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ ഒരു അതിരുകളില്ല. വിജയത്തിന്റെ അളവുകോൽ സ്വന്തമാണ്. ഫീഡ്ബാക്ക് കിട്ടാൻ മാസങ്ങളെടുക്കും. ആ പുതിയ ലോകത്ത് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതല്ല, അതിരുകളില്ലാത്ത ആ ലോകത്ത് ജയിച്ച് ശീലിച്ച അനുഭവം, മാസ്റ്ററി എക്സ്പീരിയൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നേ ഉള്ളൂ. ഇത് വെറുതെ പറയുന്ന തിയറിയല്ല. കേരള മൈഗ്രേഷൻ സർവേ ഡാറ്റ പ്രകാരം നാട്ടിൽ മടങ്ങിയെത്തിയവരിൽ 26%-ലധികം ആളുകളും ഇന്ന് യാതൊരു തൊഴിലുമില്ലാതെ കടുത്ത മാനസിക സംഘർഷത്തിലാണ്. മറ്റൊരു പഠനം പറയുന്നത്, മടങ്ങി വരുന്നവരിൽ 50% പേരും നാട്ടിലെ ഈ ഒരു അന്തരീക്ഷം പേടിച്ചിട്ട് ഗൾഫാണ് എൻ്റെ അവസാന അഭയം എന്ന് പറഞ്ഞ് വീണ്ടും വിമാനം കയറുകയാണ്. ഇതിനെ ഗവേഷകർ സൈക്ലിക്കൽ റീമൈഗ്രേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇതോടൊപ്പം മറ്റൊരു വലിയ പുറമേക്കുള്ള ഭീഷണി കൂടിയുണ്ട്. ക്രാബ് മെന്റാലിറ്റി, ഞണ്ട് മനോഭാവം എന്ന് പറയും നമ്മൾ, ഇല്ലെങ്കിൽ ടാൽപോപ്പി സിൻഡ്രം. നാട്ടിൽ വന്ന് ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുമ്പോൾ ചുറ്റുമുള്ള ചില ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത പ്രാദേശിക ഉപദേശകരോ വന്ന് പറയുന്ന ആദ്യ വാചകം എന്തായിരിക്കും?
ഓ, നാട്ടിലിപ്പോ ഒരു ബിസിനസ്സും നടക്കൂല, കാശ് വെറുതെ കളയാൻ വേണ്ടി നിൽക്കണ്ട കേട്ടോ, ഇല്ലേ? ഒരു മൂടിയില്ലാത്ത ബക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന ഞണ്ടുകളിൽ ഒന്ന് മുകളിലേക്ക് കയറാൻ നോക്കുമ്പോൾ ബാക്കിയുള്ളവ അതിനെ വലിച്ച് താഴേക്ക് ഇടുന്നത് പോലെയാണിത്. വെസ്റ്റിംഗറുടെ സോഷ്യൽ കമ്പാരിസൺ തിയറി പറയുന്നത്, നമ്മൾ വളരുമ്പോൾ സ്വയം നിശ്ചലാവസ്ഥ മനസ്സിലാക്കുന്ന അസ്വസ്ഥരാകുന്ന സമൂഹം ഉപദേശത്തിന്റെ രൂപത്തിൽ നമ്മളെ ഭയപ്പെടുത്താൻ നോക്കുമെന്നാണ്. ഇത് വെറുമൊരു നിരീക്ഷണമല്ല. കേരളത്തിലെ എന്റർപ്രണർഷിപ്പിനെ കുറിച്ച് നടത്തിയ പഠനങ്ങളും എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അനാവശ്യ ഉപദേശങ്ങളാണ്. ബിസിനസ്സുകൾ തകരാൻ കാരണം ഇതാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയട്ടെ, അതൊരു നാട്ടിൽ വന്ന് എല്ലാവരും കാണുന്ന രീതിയിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഒരു പരീക്ഷണം നടത്തി ബിസിനസ് വിജയിപ്പിക്കാനുള്ള ഒരു ശ്രമം തോറ്റു കൊടുക്കേണ്ട യാതൊരു ആവശ്യവും നമ്മൾക്കില്ല. അതിന് പകരം നിങ്ങളിപ്പോൾ ഗൾഫിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ജോലിയിൽ ഒരു മാറ്റവും വരുത്താതെ, ഒന്നും നഷ്ടപ്പെടുത്താതെ, ആരും കാണാതെ സൈലന്റായി നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ നിങ്ങൾക്കിപ്പോൾ കഴിയും. നാട്ടിൽ വിമാനം ഇറങ്ങുമ്പോൾ ഒരു ചോദ്യചിഹ്നമായിട്ടല്ല നിങ്ങൾ വരേണ്ടത്, മറിച്ച് വ്യക്തമായ ഒരു ഉത്തരവും ലോഞ്ച് ചെയ്യാനുള്ള ബിസിനസ്സുമായിട്ടാണ്. ഇനി പറയൂ സഹോദര, എങ്ങനെയാണ് നമ്മൾ അതിൽ നിന്നും പുറത്തു കിടക്കുക? എങ്ങനെയാണ് അത് സാധ്യമാക്കുക? വലിയ ഉപദേശങ്ങൾ കൊണ്ടോ ഒരു മോട്ടിവേഷൻ പ്രസംഗം കേട്ടതുകൊണ്ടോ ഈ മാനസികാവസ്ഥ മാറില്ല. ആ കുട്ടി വീണ്ടും നടക്കാൻ പഠിച്ചതുപോലെ തലച്ചോറിനൊരു ചെറിയ ജയം കാട്ടിക്കൊടുക്കണം. എനിക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മനസ്സിനെ വീണ്ടും പഠിപ്പിക്കണം. സഹോദര, ഇതൊരു തുടക്കം മാത്രമാണ്. പ്രവാസിയുടെ മനസ്സിനെ പിന്നോട്ട് വലിക്കുന്ന ഇതുപോലുള്ള ധാരാളം അദൃശ്യ ചങ്ങലകളുണ്ട്. ശാസ്ത്രീയമായി തന്നെ പേരുള്ള ചില വലിയ ചങ്ങലകൾ. നമ്മുടെ ഉയർന്ന ശമ്പളം തന്നെ ഒരു കെണിയായി മാറുന്ന ഗോൾഡൻ ഹാൻഡ് കഫ് എന്താണെന്ന് മനസ്സിലാക്കാം. 20 വർഷം ഞാൻ അതിൽ അധ്വാനിച്ചു പോയി, ഇനി വേറൊന്നിലേക്ക് മാറാൻ പറ്റില്ല എന്ന ചിന്തയ്ക്ക് പിന്നിലെ സങ്ക് കോസ്റ്റ് ഫാലസി എന്താണെന്ന് നമുക്ക് അറിയണം. നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ തന്നെ നമ്മൾ ആരാണ് എന്നതിനെ വിഴുങ്ങുന്ന ഐഡന്റിറ്റി ഫോർസ്ക്ലോഷർ, ഇതെന്താണെന്ന് അറിയണം. ഇങ്ങനെ ധാരാളം. ഇവയെല്ലാം അടുത്ത ഓരോ വീഡിയോകളിലായി നമ്മൾ ഇൻഷാ അല്ലാഹ് കാണും, മനസ്സിലാക്കും. അതുകൊണ്ടാണ് പ്രവാസത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കയ്യിലെ ജോലി ഉപേക്ഷിക്കേണ്ട, കുടുംബത്തിന്റെ വരുമാനത്തിൽ ഒരു റിസ്ക്കും എടുക്കണ്ട, നിങ്ങളുടെ വർഷങ്ങളുടെ സമ്പാദ്യം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് റിസ്ക് എടുക്കണ്ട, നിങ്ങൾ ഒരു മാറ്റം ഉണ്ടാക്കണ്ട. ഗൾഫിൽ ഇരുന്നുകൊണ്ട് തന്നെ ആരും കാണാതെ ദിവസവും ഒരു 90 മിനിറ്റ് മാത്രം നിങ്ങളുടെ രണ്ടാം ഇന്നിങ്സിനായി മാറ്റിവെക്കുക. ആ 90 മിനിറ്റിൽ പഠിക്കുക, മാർക്കറ്റ് റിസർച്ച് ചെയ്യുക, കൃത്യമായി പ്ലാൻ ചെയ്യുക. പുറമേക്ക് നോക്കുമ്പോൾ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ദിവസേനയുള്ള ആ ചെറിയ വിജയങ്ങളിലൂടെ നിങ്ങളുടെ തലച്ചോറ് സ്വയം നിയന്ത്രണം തിരികെ പിടിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയൊരു കുതിച്ചുചാട്ടത്തിനൊന്നും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നില്ല. സഹോദര, ദിവസവും 90 മിനിറ്റ് കൺസിസ്റ്റന്റായി മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ മരുഭൂമിയിൽ മഹാവിസ്മയങ്ങൾ കെട്ടിപ്പടുത്ത അതേ ഇച്ഛാശക്തി കൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലെ ആ ഡയമണ്ട് നമുക്ക് പുറത്തെടുക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. എൻ്റെ പേര് സലീം, പ്രവാസകത്തിന്റെ ഫൗണ്ടറാണ്. പ്രവാസകത്തിന്റെ സൗജന്യ വെബിനാർ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഇന്ത്യൻ ടൈം രാത്രി 11 മണിക്ക്, എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ ടൈം 7 മണിക്ക് നിങ്ങൾക്ക് അതിൽ ഫ്രീ ആയി പങ്കെടുക്കാം, കാര്യങ്ങൾ മനസ്സിലാക്കാം. പറ്റും, നിങ്ങൾക്ക് ചേരുന്നതാണ്, ആവശ്യമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കൂടാം. നമുക്ക് ആദ്യത്തെ ചെറിയ ചുവടുകൾ ഒന്നിച്ചു വെക്കാം. അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.